നമസ്കാരം. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ എന്ന മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ നമ്മളവിടെ പഠിച്ചതെന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ ഒരു പവറിൽ വേരിയബിളോ അല്ലെങ്കിൽ ഫങ്ഷനോ വരുമ്പോൾ ആണ് നമ്മൾ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ചത്. ഇപ്പോൾ എക്സ് റൈസ് ടു എക്സ് അല്ലെങ്കിൽ എക്സ് റൈസ് ടു സൈൻ എക്സ് തുടങ്ങി പവറിൽ വേരിയബിൾ വരുന്ന കേസിൽ നമ്മൾ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ചപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഡിഫറൻഷിയേഷൻ ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ അവിടെ മാത്രമല്ല, മറ്റു പല സന്ദർഭങ്ങളിലും ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കാൻ കഴിയും. അതായത് നമ്മൾ ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. ലോഗ് എ ബി ഈസിക്കൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നൊരു പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. അതുപോലെ ലോഗ് എ ബൈ ബി ഈസിക്കൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി, ഈ പ്രോപ്പർട്ടീസൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രോഡക്റ്റ് വരിക, നമുക്കിപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് വന്നാൽ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. 3 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് വന്നാലും നമ്മൾ പ്രോഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്നാൽ 3-ൽ കൂടുതലായി കഴിഞ്ഞാൽ 4-ഓ 5-ഓ ഫംഗ്ഷൻ്റെ ഒക്കെ പ്രോഡക്റ്റ് വരുമ്പോൾ അവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രോബ്ലംസാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, differentiate the following with respect to x. First question, sin 2x into sin 3x into sin 5x into sin 8x. അവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ y എന്നെടുത്ത് y ഈക്വൽ ടു sin 2x into sin 3x into sin 5x into sin 8x. രണ്ട് സൈഡിൽ ലോഗ് എടുക്കുകയാണ്. അപ്പോൾ ലോഗ് y ഈക്വൽ ടു ലോഗ് sin 2x into sin 3x into sin 5x into sin 8x. ലോഗരിതത്തിൽ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ ലോഗ് എ ഇൻറ്റു ബി എന്ന് വന്നാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാകും എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതായത് ലോഗിൻ്റെ പ്രോഡക്റ്റ് വന്നാൽ എ ഇൻറ്റു ബി, അതിൻ്റെ ലോഗ് വന്നാൽ അത് ലോഗരിതങ്ങളുടെ സമ്മായി മാറും. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നായി മാറും. അതിപ്പോൾ രണ്ടാണല്ല, 3 ഫംഗ്ഷൻ ലോഗ് എ ബി സി, ലോഗ് എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് വന്നാൽ അത് ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി എന്ന് മാറും. അത് എത്ര ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയാലും അങ്ങനെ മാറും. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഈ ലോഗ് സൈൻ 2x ഇൻറ്റു സൈൻ 3x ഇൻറ്റു സൈൻ 5x ഇൻറ്റു സൈൻ 8x, അതിനെ നമുക്ക് ലോഗ് സൈൻ 2x പ്ലസ് ലോഗ് സൈൻ 3x പ്ലസ് ലോഗ് സൈൻ 5x പ്ലസ് ലോഗ് സൈൻ 8x എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിച്ചത് പ്രോഡക്റ്റ് മാറി സമ്മായി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, സൈൻ 2x ഇൻറ്റു സൈൻ 3x ഇൻറ്റു സൈൻ 5x ഇൻറ്റു സൈൻ 8x എന്ന പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രോഡക്റ്റ് സമ്മായിട്ട് മാറി. ഇനിയിപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പോൾ ലെഫ്റ്റ് സൈഡ് ലോഗ് y ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ്. 1/y ഇൻറ്റു dy ബൈ dx ഈക്വൽ റൈറ്റ് സൈഡ് ലോഗ് സൈൻ 2x. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാൻ അറിയാം. സൈൻ 2xനെ യു എന്നെടുത്താൽ ലോഗ് യു ഫോമാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1/u ആണ്, അതാണ് 1/sin 2x ഇൻറ്റു ഇനി നമ്മൾ സൈൻ 2xൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. വീണ്ടും ചെയിൻ റൂൾ തന്നെയാണ്. സൈൻ 2xൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ 2xനെ യു ആക്കിയാൽ സൈൻ യു ഫോം, സൈൻ യുവിൻ്റെ ഡെറിവേറ്റീവ് കോസ് യു ആണ്, അപ്പോൾ കോസ് 2x ഇൻറ്റു തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് 2xൻ്റെ ഡെറിവേറ്റീവ്. 2x മീൻസ് 2 ഇൻറ്റു എക്സ് ആണ്, കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ദറ്റ് ഈസ് 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ്, അത് 1, 2 ഇൻറ്റു 1, അതാണ് 2. അപ്പോൾ 1/sin 2x ഇൻറ്റു കോസ് 2x ഇൻറ്റു 2. അതേപോലെ അടുത്ത ലോഗ് സൈൻ 3x ഇതുപോലെ എടുക്കാം. ലോഗ് എക്സിൻ്റെ 1/x ആണല്ലോ, അതനുസരിച്ച് എടുത്താൽ 1/sin 3x ഇൻറ്റു സൈൻ 3xൻ്റെ ഡെറിവേറ്റീവ് കോസ് 3x ഇൻറ്റു 3xൻ്റെ ഡെറിവേറ്റീവ് 3 പ്ലസ് അടുത്ത ലോഗ് സൈൻ 5x, അത് 1/sin 5x ഇൻറ്റു സൈൻ 5xൻ്റെ കോസ് 5x ഇൻറ്റു 5xൻ്റെ 5 പ്ലസ് അടുത്ത ലോഗ് സൈൻ 8x, അത് 1/sin 8x ഇൻറ്റു കോസ് 8x ഇൻറ്റു 8xൻ്റെ ഡെറിവേറ്റീവ് 8. ഇനി ആ റൈറ്റ് സൈഡിന് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ കോസ് 2x ബൈ സൈൻ 2x, അപ്പോൾ 2 cos 2x ബൈ സൈൻ 2x എന്നാവും. ഇവിടെ 3 cos 3x ബൈ സൈൻ 3x എന്നാവും. ഇവിടെ 3 cos 5x ബൈ സൈൻ 5x എന്നാവും. ഇവിടെ 8 cos 8x ബൈ സൈൻ 8x എന്നാവും. ലെഫ്റ്റ് സൈഡ് മാറ്റമൊന്നുമില്ല. 1/y ഇൻറ്റു dy ബൈ dx ഈക്വൽ ടു ഇങ്ങനെ ആവും. ഇത് കോസ് ബൈ സൈൻ വന്നാൽ കോട്ടാണ്, അപ്പോൾ 2 ഇൻറ്റു കോസ് 2x ബൈ സൈൻ 2x അതിനെ കോട്ട് 2x എന്ന് എഴുതാം. 2 cot 2x പ്ലസ് 3 ഇൻറ്റു ഇവിടെ കോസ് 3x ബൈ സൈൻ 3x, അത് കോട്ട് 3x ആവും. 5 ഇൻറ്റു കോസ് 5x ബൈ സൈൻ 5x, അത് കോട്ട് 5x ആവും. 8 ഇൻറ്റു കോസ് 8x ബൈ സൈൻ 8x, അത് കോട്ട് 8x ആവും.
ഇത് 1/y ഇൻറ്റു dy/dx ആണ്. നമുക്ക് dy/dx ആണ് ആവശ്യം. y കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ y ഇൻറ്റു 2 cot 2x പ്ലസ് 3 cot 3x പ്ലസ് 5 cot 5x പ്ലസ് 8 cot 8x. ആ വൈക്ക് പകരം ആദ്യം തന്നിരുന്ന ഫംഗ്ഷനാണ് നമ്മൾ y ആയിട്ട് എടുത്തത്. വൈക്ക് പകരം വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആ എക്സ്പ്രഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ sin 2x ഇൻറ്റു sin 3x ഇൻറ്റു sin 5x ഇൻറ്റു sin 8x ഇൻറ്റു ആ ബ്രാക്കറ്റ് മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെ അങ്ങ് എഴുതി. അപ്പോൾ ഇതാണ് മെത്തേഡ്. 4 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് വന്നപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂളിൽ ഉപയോഗിച്ചില്ല, പകരം അതിനെ y എന്നെടുത്തതിന് ശേഷം രണ്ട് സൈഡും ലോഗ് എടുത്തു. ലോഗ് എടുത്തപ്പോൾ log a ഇൻറ്റു ബി log a പ്ലസ് log b എന്നാവും. അപ്പോൾ ഈ പ്രോഡക്റ്റ് സമ്മായി മാറും. അതിനുശേഷം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇതാണ് മെത്തേഡ്. അപ്പം 4 കൂടുതൽ ഫംഗ്ഷനൊക്കെ വന്നാൽ ഇതേപോലെ ലോഗരിതമിക് ഡിഫറൻഷ്യേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. മറ്റൊരു സന്ദർഭം കാണുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. റൂട്ട് ഓഫ് 2x പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു റൂട്ട് 3x പ്ലസ് 5. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാൻ പോയാൽ അതിനെ y എന്നെടുത്തു. സാധാരണ രീതിയിൽ ചെയ്യാൻ പോയാൽ ചെയിൻ റൂൾ ഉപയോഗിക്കേണ്ടി വരും. എങ്ങനെ ചെയിൻ റൂൾ ഉപയോഗിക്കുക? 2x പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു 3x പ്ലസ് 5. അതിനെ യു എന്നെടുത്താൽ റൂട്ട് യു ഫോമാണ്. റൂട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് യു ആണ്. അപ്പോൾ 1/2 റൂട്ട് ഓഫ് ആ റൂട്ടിനകത്ത് കാണുന്ന എക്സ്പ്രഷൻ എഴുതണം. ഇൻറ്റു ദെൻ ഇനി ആ റൂട്ടിനകത്ത് കാണുന്ന എക്സ്പ്രഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതെടുക്കണമെങ്കിൽ കോഷ്യൻ്റ് റൂൾ ഉപയോഗിക്കണം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. കോഷ്യൻ്റ് റൂൾ ഉപയോഗിക്കുമ്പോഴോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എടുക്കാൻ പ്രോഡക്റ്റ് റൂൾ വേണം, കാരണം അത് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റാണ്. അതുപോലെ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എടുക്കാനും പ്രോഡക്റ്റ് റൂൾ വേണം. അപ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ, വളരെ പ്രയാസമായിരിക്കും ചെയ്യാൻ, ചെയ്തതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരം എക്സ്പ്രഷൻസ് നേരിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാതെയൊന്നുമില്ല, പറ്റും, പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്, വളരെ പ്രയാസമുള്ള ജോലിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, ഇത്തരം റാഡിക്കൽ സൈൻ ഉൾപ്പെടുന്നതും അതിനകത്ത് തന്നെ പ്രോഡക്റ്റ്, ഇപ്പോൾ വെറും റൂട്ട് വന്നു എന്നല്ല, ഇപ്പോൾ റൂട്ട് സൈൻ എക്സ് എന്ന് വന്നാൽ ചെയ്യാം. അങ്ങനെയല്ല, റൂട്ടിനകത്ത് കോഷ്യൻ്റ് വന്നിരിക്കുന്നു, ആ കോഷ്യൻ്റിൽ തന്നെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിലും ഒക്കെ പ്രോഡക്റ്റ് വന്നിരിക്കുന്നു. അത്തരം പ്രോബ്ലങ്ങൾ നേരിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ലോഗരിതമിക് ഡിഫറൻഷ്യേഷൻ്റെ സഹായം തേടിയാൽ വളരെ എളുപ്പമാവും. നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഇതിനെ y എന്നെടുക്കുക. y എന്നെടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡ് ലോഗ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടും? ലോഗ് y ഈക്വൽ ടു ലോഗ് റൂട്ട് ഓഫ് ആ എക്സ്പ്രഷൻ അല്ലേ, ലോഗ് y ഈക്വൽ ടു ലോഗ് ഓഫ് ആ റൂട്ട് ഓഫ് ദാറ്റ് എക്സ്പ്രഷൻ എന്ന് എഴുതി. ഇനി നമ്മൾ നേരത്തെ ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോഗ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അത് 1/2 ഇൻറ്റു ലോഗ് എക്സ് ആണ്. അത് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ റൂട്ട് എക്സിനെ നമുക്ക് എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതാം. എക്സ് റൈസ് ടു n ഇൻറ്റു ലോഗ് എക്സ് ആണ്. ലോഗ് എക്സ് റൈസ് ടു n ഇൻറ്റു ലോഗ് എക്സ് ആണ്. അപ്പോൾ ലോഗ് എക്സ് റൈസ് ടു 1/2 വന്നാൽ അത് 1/2 ഇൻറ്റു ലോഗ് എക്സ്. അപ്പോൾ ഇത് ഓർക്കുക, ലോഗ് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു റൂട്ട് എക്സ്, 1/2 ഇൻറ്റു ലോഗ് എക്സ്. അപ്പോൾ ഇത് ലോഗ് റൂട്ട് എക്സ് ഫോമാണ്. അപ്പോൾ 1/2 ഇൻറ്റു ലോഗ് എക്സ് എന്നാവും. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ലോഗ് ആ എക്സ്പ്രഷൻ 2x പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു 3x പ്ലസ് 5. ഇനി നമ്മൾ അടുത്ത ഒരെണ്ണം പഠിക്കുന്നുണ്ട്, ലോഗ് എ ബൈ പി, അത് ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. അതായത് കോഷ്യൻ്റ് വന്നാൽ അത് ലോഗരിതങ്ങളുടെ ഡിഫറൻസ് ആയി മാറും. ലോഗ് എ ബൈ ബി ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി. അതനുസരിച്ച് ഇവിടെ എഴുതിയാൽ ലോഗ് എ മൈനസ് ലോഗ് ബി എഴുതിയാൽ ലോഗ് 2x പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 മൈനസ് ലോഗ് എക്സ് പ്ലസ് 1 ഇൻറ്റു 3x പ്ലസ് 5 എന്നാവും. അപ്പോൾ അങ്ങനെ മാറി. ഇനി വീണ്ടും നോക്കുക, ലോഗ് 2x പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 5 വീണ്ടും പരിശോധിക്കുക. നമ്മൾ നേരത്തെ കണ്ടതാണ് ലോഗ് എ ഇൻറ്റു ബി, അത് ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അപ്പോൾ എന്താവും? ലോഗ് എ പ്ലസ് ലോഗ് ബി, ദാറ്റ് ഈസ് ലോഗ് 2x പ്ലസ് 3 പ്ലസ് ലോഗ് എക്സ് മൈനസ് 3 മൈനസ് ഇവിടെയുണ്ട് അതുപോലെ ലോഗ് എ ഇൻറ്റു ബി, അവിടെയും ലോഗ് എ പ്ലസ് ലോഗ് ബി ആവും. പക്ഷേ അവിടെ മൈനസ് കോമൺ ആയിട്ടുള്ളതുകൊണ്ട് മൈനസ് കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് ഇട്ടോളണം. മൈനസ് ഓഫ് ലോഗ് എ പ്ലസ് ലോഗ് ബി, ദാറ്റ് ഈസ് ലോഗ് എക്സ് പ്ലസ് 1 പ്ലസ് ലോഗ് 3x പ്ലസ് 5. ഇനി ഈ മൈനസ് ഇങ്ങ് മാറ്റുക, ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ മൈനസ് ആവും, ഇവിടെ മൈനസ് ആവും. അപ്പോൾ 1/2 ഇൻറ്റു ലോഗ് 2x പ്ലസ് 3 പ്ലസ് ലോഗ് എക്സ് മൈനസ് 3 മൈനസ് ലോഗ് എക്സ് പ്ലസ് 1 മൈനസ് ലോഗ് 3x പ്ലസ് 5 എന്ന് മാറും. കണ്ടോ, ലെഫ്റ്റ് സൈഡ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ,
ലെഫ്റ്റ് സൈഡ് ലോഗ് വൈ ആയിരുന്നു. അത് സിംപ്ലിഫൈ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് പിന്നീട് എഴുതാതിരുന്നത്. പക്ഷെ ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലെ ലോഗ് വൈ കൂടി എഴുതാം. ലോഗ് വൈ ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് 2x + 3 പ്ലസ് ലോഗ് x - 3 മൈനസ് ലോഗ് x + 1 മൈനസ് ലോഗ് 3x + 5. ഇപ്പോൾ ഇതുവരെ നമ്മളൊരു ഡിഫറൻഷിയേഷനൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ വെറുതെ ലോഗരിതം എടുത്ത് അതിനെ സിംപ്ലിഫൈ ചെയ്തു. അത് മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇത്രയും ചെയ്തപ്പോൾ സംഭവിച്ചതെന്താ? ഇപ്പോൾ അവിടെ റൂട്ട് ഉണ്ടായിരുന്നത് പോയി, കോഷ്യൻ്റ് ഉണ്ടായിരുന്നത് പോയി, പ്രോഡക്റ്റ് ഉണ്ടായിരുന്നതും പോയി, എല്ലാം പോയി. റൂട്ട് പോയി, കോഷ്യൻ്റ് പോയി, പ്രോഡക്റ്റ് പോയി, എല്ലാം പോയി. പ്രോഡക്റ്റ് എല്ലാം സമ്മായി മാറി, കോഷ്യൻ്റൊക്കെ ഡിഫറൻസായി മാറി, റൂട്ട് ഉണ്ടായിരുന്നതിന് പകരം 1/2 ഇൻറ്റു ലോഗ് എന്നായി മാറി. ആ രീതിയിലേക്ക് മാറി. ഇനിയിപ്പോൾ ഡിഫറൻഷിയേഷൻ വളരെ ഈസിയാണ്. നമ്മൾ ആദ്യം ചെയ്തിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു, ഇനി ഈസിയാണ്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy/dx ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്നാണ്. അപ്പോൾ 1/2 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് 2x + 3യുടെ ഡെറിവേറ്റീവ്. അവിടെ ചെയിൻ റൂളാണ്. എങ്ങനെ ചെയിൻ റൂള്? 2x + 3 യു എന്നെടുത്താൽ ലോഗ് യു ഫോം. ലോഗ് യു ആകുമ്പോൾ 1/u ആണ് ഡെറിവേറ്റീവ്. അപ്പോൾ 1/2x + 3 ഇൻറ്റു ഇനി ഈ യു എന്നെടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതായത് 2x + 3യുടെ ഡെറിവേറ്റീവ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. 2x + 3യുടെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കുക? 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ്, അത് 1. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 3യുടെ ഡെറിവേറ്റീവ്, 3 കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 0, 2 ഇൻറ്റു 1 2, 2 പ്ലസ് 0 2. അപ്പോൾ 2 എന്ന് കിട്ടും. ഇതുപോലെ അടുത്ത 1/log x - 3. അവിടെ ചെയിൻ റൂളാണ്. x - 3 എന്ന് എടുത്താൽ 1/u, ദാറ്റ് ഈസ് 1/x - 3. അവിടെ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1ഉം മൈനസ് 3യുടെ ഡെറിവേറ്റീവ് 0യുമാണ്. ഇപ്പോൾ 1 - 0 അത് 1 ആണ്. ഇൻറ്റു 1 ആയതുകൊണ്ടാണ് അത് അവിടെ എഴുതാതിരുന്നത്. മൈനസ് ലോഗ് x + 1. അവിടെ ചെയിൻ റൂൾ തന്നെയാണ്. x + 1 യു എടുക്കുന്നു. അപ്പോൾ ലോഗ് യു ഡെറിവേറ്റീവ് ഈസ് 1/u, ദാറ്റ് ഈസ് 1/x + 1 ഇൻറ്റു ആ x + 1ൻ്റെ ഡെറിവേറ്റീവ് അത് 1 മൈനസ് അടുത്ത ലോഗ് 3x + 5 അതിൻ്റെ ഡെറിവേറ്റീവ്. വീണ്ടും ചെയിൻ റൂളാണ്. 3x + 5നെ യു എന്ന് കണക്കാക്കിയാൽ 1/u, ദാറ്റ് ഈസ് 1/3x + 5 ഇൻറ്റു ആ 3x + 5ൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് മീൻസ് 3 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 5ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 0, ദാറ്റ് ഈസ് 3 പ്ലസ് 0, ദാറ്റ് മീൻസ് 3. അപ്പോൾ ഡിഫറൻഷിയേഷൻ കഴിഞ്ഞു. നമുക്ക് എന്ത് എളുപ്പത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇത് ഈ ലോഗരിതം ഒന്നും എടുത്തില്ലായിരുന്നെങ്കിലോ ആ കോഷ്യൻറ്റും പ്രോഡക്റ്റും റൂട്ടും എല്ലാം കൂടി ഇട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വളരെ ഈസിയായി ഡിഫറൻഷിയേഷൻ നടത്താൻ നമുക്ക് കഴിഞ്ഞു. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. 1/y dy/dx കിട്ടാൻ ഈ y അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ y ഇൻറ്റു 1/2, ദാറ്റ് ഈസ് 1/2y ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1 ഇൻറ്റു 2/2x + 3 പ്ലസ് 1/x - 3 മൈനസ് 1/x + 1, ഇവിടെ 3/3x + 5. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. വൈക്ക് പകരം നമ്മൾ ഈവൺ എക്സ്പ്രഷനാണല്ലോ നമ്മൾ വൈ ആയിട്ട് എടുത്തത്, അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബാക്കിയെല്ലാം അതുപോലെ എഴുതി, അതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ റാഡിക്കൽ സൈൻ എന്ന് വിളിക്കുന്ന സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് തുടങ്ങിയ സൈനുകളാണ് നമ്മൾ റാഡിക്കൽ സൈൻസ് എന്ന് വിളിക്കുന്നത്. റാഡിക്കൽ സൈനുള്ള അതിനടുത്ത് റാഡിക്കൽ സൈനകത്ത് പ്രോഡക്റ്റും കോഷ്യൻറ്റും ഒക്കെ കൂടെ കയറി വരുന്ന ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോഴും നമ്മൾ ഇത്തരത്തിലാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുപോലത്തെ. ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് പവറിൽ ഫംഗ്ഷനോ വേരിയബിളോ വരുമ്പോൾ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കും. 3ൽ കൂടുതൽ ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് വരുമ്പോൾ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കും. റാഡിക്കൽ സൈൻസ് ഉള്ള കോഷ്യൻറ്റും പ്രോഡക്റ്റും എല്ലാം ഉൾപ്പെടുന്ന തരം ഫംഗ്ഷനുകൾ വരുമ്പോഴും ഉപയോഗിക്കും. അത്തരത്തിലുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെയും നോക്കുക. നിങ്ങൾ കോഷ്യൻ റൂൾ ഉപയോഗിക്കേണ്ടി വരും. നേരിട്ട് ചെയ്യാൻ പോയാൽ കോഷ്യൻ റൂൾ ഉപയോഗിക്കുമ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എഴുതാൻ പ്രോഡക്റ്റ് റൂൾ വേണം. മൈനസ് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, അവിടെയും പ്രോഡക്റ്റ് റൂൾ വേണം. പ്രോഡക്റ്റ് റൂൾ വേണം എന്ന് മാത്രമല്ല, പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുമ്പോഴോ ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ്, ഇവിടെയൊക്കെ റൂട്ടും ക്യൂബ് റൂട്ടും ഒക്കെ വന്നിരിക്കുക. അവിടെ ഡിഫറൻഷിയേഷൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതായി മാറും. അപ്പോൾ അതിലേക്കൊന്നും പോകാതെ ലോഗരിതമിക് ഡിഫറൻഷിയേഷനിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ്? y = അതിനെടുത്തു ലോഗ് എടുക്കുക. അപ്പോൾ ലോഗ് y = ആ എക്സ്പ്രഷൻ. ആദ്യം നമ്മൾ ലോഗ് a/b, ലോഗ് a മൈനസ് ലോഗ് b ഉപയോഗിക്കുകയാണ്. അപ്പോൾ ലോഗ് ഓഫ് a/b ആണ്. ലോഗ് a മൈനസ് ലോഗ് b ഉപയോഗിക്കുമ്പോൾ ലോഗ് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 2x + 3 ഇൻറ്റു റൂട്ട് ഓഫ് 3x - 5 മൈനസ് ലോഗ് ഓഫ് അതിൻ്റെ ഡിനോമിനേറ്റർ 3x + 1 ഹോൾ സ്ക്വയർ ഇൻറ്റു 5x - 2 ഹോൾ റൈസ്ഡ് ടു 1/3. ഇനി ലോഗ് a b എന്ന് വന്നാൽ ലോഗ് a പ്ലസ് ലോഗ് b. അത് ഉപയോഗിക്കുമ്പോൾ log of a into b, it is log a plus log b, that is log cube root of 2x plus 3 plus log root of 3x minus 5 minus of ഇവിടെ അത് തന്നെ log a into b, log a plus log b, that is log 3x plus 1 the whole square plus log 5x minus 2 raised to 1/3. ആദ്യത്തെ രണ്ട് ടൈം അതുപോലെ തന്നെ എഴുതുക. ഇവിടെ ബ്രാക്കറ്റ് മാറ്റുക. അപ്പോൾ ലോഗ് ക്യൂബ് റൂട്ട് ഓഫ് 2x പ്ലസ് 3 പ്ലസ് ലോഗ് റൂട്ട് ഓഫ് 3x മൈനസ് 5, ഇവിടെ മൈനസ് ലോഗ് 3x പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് ലോഗ് 5x മൈനസ് 2 റൈസ്ഡ് ടു 1/3 എന്ന് മാറും. ഇങ്ങനെ മാറും.
ഇനിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലോഗ് ഓഫ് ക്യൂബ്. നേരത്തെ ലോഗ് റൂട്ട് എക്സ് 1/2 ഇൻറ്റു ലോഗ് എക്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ഇതാണ് ലോഗ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ്. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/3 എന്നാണ്. ആ റേസ് ടു 1/3 ഇഞ്ഞ് പോരും. അപ്പോൾ അത് 1/3 ഇൻറ്റു ലോഗ് എക്സ്. അപ്പോൾ അവിടെ ലോഗ് 4th റൂട്ട് ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ 1/4 ഇൻറ്റു ലോഗ് എക്സ്. ജനറലി നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഗ് nth റൂട്ട് ഓഫ് എക്സ് എന്ന് വന്നാൽ 1/n ഇൻറ്റു ലോഗ് എക്സ് എന്നാണ്. അപ്പോൾ അത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ലോഗ് ക്യൂബ് റൂട്ട് ഓഫ് 2x പ്ലസ് 3. ലോഗ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് 1/3 ഇൻറ്റു ലോഗ് എക്സ്, ദാറ്റ് ഈസ് 1/3 ഇൻറ്റു ലോഗ് 2x പ്ലസ് 3. ഇത് ലോഗ് റൂട്ട് എക്സ് അത് 1/2 ഇൻറ്റു ലോഗ് എക്സ് ആണ്. അപ്പോൾ 1/2 ഇൻറ്റു ലോഗ് 3x മൈനസ് 5. അടുത്ത ലോഗ് എക്സ് റൈസ് ടു n വന്നാൽ ഈ n മൾട്ടിപ്ലൈ മാറുമല്ലോ. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു ലോഗ് 3x പ്ലസ് 1 എന്നാവും. ഇവിടെ അതുപോലെ 1/3 ഇൻറ്റു ലോഗ് 5x മൈനസ് 2 എന്നാവും. ഇപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ നോക്കി റൈറ്റ് സൈഡ് നോക്കിയേ, പ്രോഡക്റ്റ് ഇല്ല, കോഷ്യൻ്റ് ഇല്ല, സ്ക്വയർ റൂട്ട് ഇല്ല, ക്യൂബ് റൂട്ട് ഇല്ല, പവർ ഇല്ല, ഒന്നുമില്ല. എല്ലാം പോയി. ലോഗരിതം എടുക്കുന്നുണ്ടുള്ള പ്രയോജനങ്ങളാണ് അതൊക്കെ. പ്രോഡക്റ്റ് മാറി സം ആവും, കോഷ്യൻ്റ് മാറി ഡിഫറൻസ് ആവും, പവർ മാറി മൾട്ടിപ്പിൾ ആവും, സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് എല്ലാം പോവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 1/3 ഇൻറ്റു ലോഗ് 2x പ്ലസ് 3. ചെയിൻ റൂൾ നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ്. നമ്മൾ ഇനിയും അത് ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നില്ല, എങ്കിലും പറഞ്ഞു പോകാം. 2x പ്ലസ് 3 യു എന്നെടുത്താൽ ലോഗ് യു ഫോം ഡെറിവേറ്റീവ് 1/u ആണ്. അതാണ് 1/2x പ്ലസ് 3 ഇൻറ്റു 2x പ്ലസ് 3യുടെ ഡെറിവേറ്റീവ്. അത് 2 ഇൻറ്റു 1 പ്ലസ് 0 എന്നാണ്. അത് 2 കിട്ടും. പ്ലസ് 1/2 ഇൻറ്റു ലോഗ് 3x മൈനസ് 5. അത് 1/3x പ്ലസ്, സോറി ഇവിടെ 3x മൈനസ് 5 ഒന്ന് തിരുത്തിക്കൊള്ളണേ. 1/3x മൈനസ് 5 ഇൻറ്റു എന്ത് ചെയ്യാം, 3x മൈനസ് 5ൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 3 ഇൻറ്റു 1 മൈനസ് 5, ദാറ്റ് മീൻസ് 3 എന്ന് കിട്ടും. മൈനസ് 2 ഇൻറ്റു ലോഗ് 3x പ്ലസ് 1, അത് 1/3x പ്ലസ് ലോഗ് ചെയിൻ റൂൾ തന്നെയാണല്ലോ വീണ്ടും 1/u ഫോം ആണ്. അപ്പോൾ 1/3x പ്ലസ് 1 ഇൻറ്റു 3x പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 3 മൈനസ് 1/3 ഇൻറ്റു ലോഗ് 5x മൈനസ് 2. അവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/5x മൈനസ് 2 ഇൻറ്റു 5. ഇത് കഴിഞ്ഞു. ഇനി വേറെ ഒന്നുമില്ല, സിംപ്ലിഫിക്കേഷൻ മാത്രം. ഇവിടെ 1 ഇൻറ്റു 1 ഇൻറ്റു 2, 2/3 ഇൻറ്റു 2x പ്ലസ് 3. ഇവിടെ 3/2 ഇൻറ്റു ഇവിടെ 3, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 3x മൈനസ് 5 എന്ന് തിരുത്തിക്കൊള്ളാം. 3/2 ഇൻറ്റു 3x മൈനസ് 5 മൈനസ് 2 ഇൻറ്റു 3 6/3x പ്ലസ് 1 മൈനസ് 5/3 ഇൻറ്റു 5x മൈനസ് 2. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞു. ഇനി dy/dx കാണാൻ y അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ dy/dx ഈസ് ഈക്വൽ ടു y ഇൻറ്റു ആ എക്സ്പ്രഷൻ എന്ന് കിട്ടുന്നു. വൈക്ക് പകരം ആ എന്താണോ ആ എക്സ്പ്രഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിഞ്ഞു. നമുക്കിവിടെ ഈ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും എളുപ്പത്തിൽ ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഒന്നുകൂടി മനസ്സിലോർക്കുക. പവറിൽ വേരിയബിളോ ഫംഗ്ഷനോ, ദാറ്റ് മീൻസ് റൈസ്ഡ് ടു എ വേരിയബിൾ അല്ലെങ്കിൽ റൈസ്ഡ് ടു എ ഫംഗ്ഷൻ വരുമ്പോൾ ഉപയോഗിക്കും. 3-ലധികം ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് വന്നാൽ ഉപയോഗിക്കും. മറ്റൊന്ന് സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് തുടങ്ങി റാഡിക്കൽ സൈൻസ് ഉൾപ്പെടുന്നതും അതോടൊപ്പം റാഡിക്കൽ സൈനകത്ത് പ്രോഡക്റ്റും കോഷ്യൻറ്റും ഒക്കെ വരുന്ന തരം പ്രോബ്ലങ്ങൾ. റാഡിക്കൽ സൈൻ വരണം, അതിനകത്ത് പ്രോഡക്റ്റോ കോഷ്യൻ്റോ ഒക്കെ വരണം, അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾക്ക് റാഡിക്കൽ സൈൻ ഉണ്ടാവണം. അത്തരത്തിൽ വരുന്ന പ്രോബ്ലങ്ങളിലും നമ്മൾ നേരിട്ട് ഡിഫറൻഷിയേഷനിലേക്ക് പോകുന്നതിന് പകരം ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ y എന്ന് എടുത്തതിന് ശേഷം രണ്ട് സൈഡും ലോഗ് എടുക്കുകയും ലോഗ് എടുത്തതിന് ശേഷം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത്തരം പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ നമ്മൾ 3 ക്ലാസ്സുകളിലായിട്ടാണ് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ തീർത്തത്. വളരെ നന്നായിട്ട് ഈ പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക്സ്.